ഞാനിപ്പോൾ കളിച്ച കേരളാനന്ദത്തിൻ്റെ തീം എന്താണെന്ന് വെച്ചാൽ ഊർമിള എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ രാമായണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടറാണ്. എന്നാലും ആരും കാണാതെ പോയ അല്ലെങ്കിൽ ഉപേക്ഷിച്ച് പോയൊരു ക്യാരക്ടറാണ്. അതായത് ലക്ഷ്മണൻ്റെ ഭാര്യയെയോ സീതാദേവിയുടെ അനുജത്തിയായിട്ടുമാണ് ഊർമിള രാമായണത്തിൽ കടന്നു വരുന്നത്. അപ്പോൾ ഈ 14 വർഷത്തെ വനവാസത്തിൻ്റെ ശിക്ഷയായിട്ട് ലക്ഷ്മണന് രാമൻ്റെ സീതയുടെ കൂടെ വനവാസത്തിന് പോകേണ്ടി വന്നു. അപ്പം തൻ്റെ പതിയെ വേർപിരിയുന്നതിനുള്ള വിഷമമാണ് ഞാനിവിടെ അരങ്ങേറിയിരിക്കുന്നത്. അപ്പോൾ അവസാനമായിട്ട് ലക്ഷ്മണനെ കാണുന്ന ഊർമിള തൻ്റെ പതിയെ കാലം കൊണ്ടുപോകാണ്, അല്ലെങ്കിൽ കാലം തൻ്റെ പതിയുടെ ജീവിതം അവസാനിച്ചു എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു സങ്കടം താങ്ങാനാവാതെ ഊർമിള സ്വന്തം ചിതയിൽ എരിഞ്ഞ് തീരുന്ന ഒരു കഥയും കൂടെയാണ്. ഞാൻ ചെറുപ്പം തൊട്ടേ LKG തൊട്ടേ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്നത്. എനിക്ക് കലയോട് അല്ലെ ഡാൻസിനോട് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുള്ളതാണ്. അപ്പം ഞാൻ പണ്ടേ പഠിക്കുന്നുണ്ട്. ഞാൻ ജിഷാമിസിൻ്റെ അടുത്താണ് പഠിക്കാറ്. അപ്പം ഇതുവരെ ഫോക്ക്, ഭരതനാട്യം, ഗ്രൂപ്പ് ഡാൻസ് ഇതിനൊക്കെ സ്റ്റേറ്റ് കലോത്സവത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ കേരളാനന്ദത്തിന് ഈ വർഷമാണ് ആദ്യമായിട്ട് വരുന്നത്. അപ്പം ജിഷാമിസ് തന്നെയാണ് എനിക്ക് കേരളാനന്ദം എന്ന് പറഞ്ഞ ഒരു പുതിയ ഐറ്റം, എനിക്കൊരു പുതിയ ആർട്ട് ഫോം പഠിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കുറേ കാലമായി. അപ്പം മിസ് തന്നെയാണ് കേരളാനന്ദത്തിലോട്ട് എനിക്കൊരു ചാൻസ് പറഞ്ഞു തന്നത്. ഞാൻ കലാമണ്ഡലം സത്യവ്രത മാഷിൻ്റെ സ്റ്റുഡൻ്റാണ്. അപ്പം ആദ്യമായിട്ട് സ്റ്റേറ്റ് കലോത്സവത്തിൽ എത്തി നിൽക്കാന്ന് പറയുന്നത് എൻ്റെ ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. അപ്പം കയറാൻ പറ്റിയ എനിക്ക് നല്ല സന്തോഷമുണ്ട്. നാളെ എനിക്ക് ഗ്രൂപ്പ് ഡാൻസും കൂടെ ഉണ്ട്. ഞാൻ സാബു സാറിൻ്റെ അടുത്താണ് പഠിക്കുന്നത്. അപ്പം അതിൻ്റെ ടീം ക്യാപ്റ്റനിൽ ഒരാളും കൂടെയാണ്. അച്ഛൻ ഒരു ഫിലിം പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറുമാണ്. രാധാ തിയേറ്ററിൻ്റെ മാനേജ്മെൻറ്റും അച്ഛനാണ് നോക്കുന്നത്. കുന്നമംഗലത്തും ബ്രാഞ്ചസ് ഉണ്ട്. അപ്പം സിനിമയും എൻ്റെ ചെറുപ്പം തൊട്ടേ ഉള്ളൊരു ഒബ്സഷൻ കൂടിയാണ്. അപ്പം ഞാൻ പണ്ടേ സിനിമ കണ്ടിട്ടാണ് വളരുന്നത്. അപ്പം ഞാൻ കുറേ പേര് കണ്ടിരുന്നു. നവ്യ മാഡത്തിനെ കണ്ടിട്ടുണ്ട്, മഞ്ജു വാര്യർ മാഡത്തിനൊക്കെ കലയിലൂടെ സിനിമയിലേക്ക് എത്തുന്നത് ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കും അങ്ങനെ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി ലൈക്ക് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ മീ. ലൈക്ക് സോ ഇത് അതിലേക്കുള്ളൊരു സോഴ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നാളെ എനിക്ക് ഗ്രൂപ്പ് ഡാൻസും കൂടെ ഉണ്ട്. വേദി 1 നിന്ന് മെയിൻ സ്റ്റേജിൽ നിന്ന് ആശ്രമ മൈതാനത്തു നിന്നാണ്. അപ്പം കുറേ കലാകാരന്മാരും കലാകാരികളും സ്റ്റേജിൽ വരട്ടെ. എന്നിട്ട് അവർക്ക് സെൽഫ് കോൺഫിഡൻസും കോൺഷ്യസ് എല്ലാം കൂടാനുള്ള ഒരു സോഴ്സും കൂടിയാണ് കലോത്സവം എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും കുറേ കഴിവുള്ള കുറേ പേർക്ക് ഇനി വരാൻ പറ്റട്ടെ, വേദിയിൽ കളിക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വേദി 5 നിന്നും ക്യാമറാമാൻ ഫാസിലിനോടൊപ്പം മൂവി വേൾഡ് മീഡിയ. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. Al Azhar Group of Institutions, Perambalichira, Thudupuzha.